ഇന്നൊരു കുഞ്ഞു വാട്ടയീറ്റിന്റെ ഡേ ആണ്. രാവിലെ ഉണർന്നപ്പോ തന്നെ ഞാൻ കുറച്ച് ചിയാസിഡ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിലോട്ട് കുറച്ച് തേനും കൂടെ ഒഴിച്ച് അതങ്ങ് കുടിച്ചു. സത്യം പറഞ്ഞ ഇത് കുടിക്കുമ്പോഴത്തേക്ക് ഉള്ളിൽ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഇന്ന് പാലക് പനീർ ചപ്പാത്തിയും എള്ള് ചിക്കനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ട് കണ്ടു നോക്കണേ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ 2-3 ബദാമും കൂടെ എടുത്ത് കഴിച്ചു. ലഞ്ചിന് ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് പുളിശ്ശേരിയും മീൻകറിയും മീൻ വറുത്തതും മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ കുറച്ച് ചോറും ലേശം പുളിശ്ശേരിയും 2 കഷ്ണം മീനും എടുത്ത് കഴിച്ചു. പിന്നെ എന്നത്തെ പോലെ ഈവനിങ് ജിമ്മിന് പോകുന്നതിന് മുന്നേ ആയിട്ട് മുട്ടയും പൊഴിഞ്ഞ് കോഫി ഉണ്ടാക്കി ഞാൻ 2 മുട്ടയുടെ വെള്ളയും 1 മുട്ടയുടെ മഞ്ഞാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ ജിമ്മിലൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. സംഭവം ഇതാണ്, ഞാനിത് ഓൾറെഡി കിച്ചണിൽ ഇടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഞാനിത് ബാത്റൂമിന്റെ ഫ്രണ്ടിൽ ഇടാനും വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഗ്രിപ്പാണ്, അത്യാവശ്യം നല്ലതുപോലെ വെള്ളവും പിടിക്കും. നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. ലിങ്ക് വേണമെന്നുള്ളത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് വാങ്ങിച്ചോളൂ. അത്താഴത്തിന് പിന്നെ 2 ദിവസം മുന്നേ വാങ്ങിച്ച മധുരക്കിഴങ്ങ് അവിടെ എന്നെ നോക്കി കണ്ണും തള്ളി കിടപ്പുണ്ടായിരുന്നു. അതെടുത്ത് വെട്ടിക്കണ്ടിച്ച് പുഴിഞ്ഞ് കൂടെ കുറച്ച് കാന്താരി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി അങ്ങ് കഴിച്ചു. അപ്പൊ ഓക്കെ ബൈ.